ബാലൻ ഈ സിനിമ കണ്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മനസ്സിനെ ഭയങ്കരമായിട്ട് നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമ. എന്തൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഒരു പടം ഒരുക്കിയേക്കാം. ചിദംബരം ഒരു ഒരു ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടേണ്ട ഒരു ഡയറക്ടർ തന്നെയാണ്. ഭയങ്കര ഡയറക്ടർ ബ്രില്യൻസ്. ജാനേമനും മഞ്ഞുമൽ ബോയ്സും ഒക്കെ കഴിഞ്ഞ ശേഷം ഇത്രയും വർഷം സൂപ്പർ താരങ്ങളുടെ ഡേറ്റ് ഒക്കെ കിട്ടാണ്ട ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പോലെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത് അതിഗംഭീര ഒരു സിനിമ നമുക്ക് വേണ്ടി തരാൻ വേണ്ടിയാണ്. ഇത് കോടി ക്ലബിൽ ഇടം നേടുമെന്നുള്ളതല്ല, പക്ഷെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ ഒരു നിമിഷം പോലും നമ്മുടെ ശ്രദ്ധ മാറത്തില്ല. അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിരിക്കുന്നു. ഷൈജു ഖാലിദിന്റെ ക്യാമറ, സുഷി ശ്യാമിന്റെ അസാധാരണ ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്, എല്ലാരും പെർഫെക്റ്റ്. ഇതിന്റെ രചന നമുക്കറിയാം, ആവേശവും രോമാഞ്ചവും ചെയ്ത ജിത്തു മാധവനാണ് ഇതിന്റെ രചന നിർവഹിച്ചേക്കുന്നതെന്ന് തന്നെ നമ്മൾ അന്തം വിട്ടുകൊണ്ട്. അത്രയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള മലയാള സിനിമയിൽ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള ഒരു ജോണർ, നല്ല ട്വിസ്റ്റിന് വേണ്ടി ട്വിസ്റ്റ് ഇട്ടേക്കുന്നതല്ല, അതിഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു അമ്മയും മോന്റെയും കഥ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബാലൻ എന്നാണ് സിനിമയുടെ ഒരു അമ്മയുടെ അസാധാരണ പെർഫോമൻസ് ആണ് ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് മോന്റെ പെർഫോമൻസ്. എന്തുകൊണ്ടും ഈ സിനിമയ്ക്ക് ചേരുന്ന ഒരു പേരും ബാലൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ കുറവാണ്. ഗിരീഷ് ഷെഡി ഉണ്ട്, സംവിധായകൻ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, നമ്മുടെ ജീൻ പോൾ, ഇവരെല്ലാം അസാധാരണമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്കിതിനകത്ത് ഒരു അമ്മച്ചിയായിട്ടൊരു ക്യാരക്ടർ അഭിനയിച്ചൊരു സ്ത്രീയുണ്ട്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബീനാന്റണിക്ക് കിട്ടിയേക്കുന്ന അഭിനയത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു കഥാപാത്രം. പക്ഷെ ഇവരെക്കാട്ടിലൊക്കെ അമ്മയും മോനും തകർത്ത പെർഫോമൻസ്. നമ്മളെ ഒന്ന് നൊമ്പരപ്പെടുത്തും, എന്നാൽ നമ്മളെ ചിന്തിപ്പിക്കും, നമ്മളെ ഒന്ന് വിഷമിപ്പിക്കും, എല്ലാം കൊണ്ട് സൂപ്പർ. ടോവിനോ ചെയ്തേക്കുന്ന ഈ അടുത്തിടെ ചെയ്തേക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് ടോവിനെ കൊണ്ട് അഭിനയിപ്പിച്ച് വൃത്തിയാക്കിയേക്കുന്ന പടം. ടോവിനോട് ഒരു ലാസ്റ്റ് ഡയലോഗ് ഉണ്ട്, അതൊക്കെ സ്പോയിലർ ആയിട്ട് പറയുന്നില്ല. നമുക്കിഷ്ടം തോന്നും ടോവിനോയെ. ഇങ്ങനെ എല്ലാം കൊണ്ടും നമ്മളെ പൂർണ്ണമായിട്ട് സംതൃപ്തിയിലാവുന്ന ഒരു സിനിമ, അതാണ് ബാലൻ. ഇത് ഈ പറഞ്ഞ പോലെ ഡയറക്ടർ ഹാറ്റ്സ് ഓഫ് മാൻ, അമേസിംഗ് ഡയറക്ടർ. ഇനി താങ്കൾ ചെയ്യുന്ന എല്ലാ പ്രൊജക്ടുകളും ഗംഭീരമാകും എന്ന് മലയാളികൾക്ക് ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് താങ്കൾ ബാലൻ നിർത്തുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ബോക്സ് ഓഫീസ് റെക്കോർഡുകൾക്ക് മണ്ടയ്ക്ക് മലയാള സിനിമയെ ഒരു വേറെ ലെവലിൽ എത്തിച്ചേക്കുന്ന സൂപ്പർ പടം, അടിപൊളി പടം. വേറെ വാക്കുകളില്ല. ഇതിലെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കാണേണ്ട സിനിമയാണ്.